ഇനി വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പാഠമാണ് നാലാമത്തെ പാഠം. ഏകദേശം പരീക്ഷകളിൽ ചോദിച്ച അവസാന 2 ചോദ്യങ്ങൾ ഈ ഒരു പാഠത്തിൽ നിന്ന് സാധ്യത കൂടുതലാണ്. ആദ് ഗോത്രം അതുപോലെ സമൂത് ഗോത്രത്തെക്കുറിച്ച് ഈ പാഠത്തിൽ പറയുന്നുണ്ട്. അങ്ങനെ നമ്മൾ പുതിയൊരു പ്രവാചകൻ ഈ പാഠത്തിൽ പരിചയപ്പെടുകയാണ്. ഹൂദ് നബി അലൈഹി ഇസ്ലാമാണ്. നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ മകൻ സാം. അപ്പോൾ നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ ഒരു മകനെ നമ്മൾ പഠിച്ചു, സാമാണ്. ആ സാമിന്റെ സന്താന പരമ്പരയിൽപ്പെട്ടവരാണ് ആദ് ഗോത്രം. അപ്പോൾ ഈ ഗോത്രം ഇമ്പോർട്ടൻ്റ് ആണ്. യമനിലെ ഹലറമൗത്തിന് വടക്കുള്ള അഹ്കാഫിൽ അവർ താമസിച്ചു. നദികളും തോട്ടങ്ങളും കന്നുകാലികളും കൊട്ടാരങ്ങളും അസാധാരണ കായിക ശക്തിയും നൽകി അള്ളാഹു തആല അവരെ അനുഗ്രഹിച്ചു. എന്നാൽ അനുഗ്രഹങ്ങൾക്ക് അവർ നന്ദി ചെയ്തില്ലെന്ന് മാത്രമല്ല, അക്രമവും അനീതിയും വിഗ്രഹാരാധനയുമായി സന്മാർഗത്തിൽ നിന്ന് വ്യതിചലിക്കുകയും ചെയ്തു. അപ്പോൾ ആദ് ഗോത്രത്തെക്കുറിച്ച് 5 വരിയിൽ കുറയാതെ എഴുതാൻ പറഞ്ഞാൽ എന്താ എഴുതുക? നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ മകൻ സാമിന്റെ സന്താന പരമ്പരയിൽപ്പെട്ടവരാണ് ആദ് ഗോത്രം. യമനിലെ ഹലറമൗത്തിന് വടക്കുള്ള അഹ്കാഫിൽ അവർ താമസിച്ചു. നദികളും തോട്ടങ്ങളും കന്നുകാലികളും കൊട്ടാരങ്ങളും അസാധാരണമായ കായിക ശക്തി നൽകി അള്ളാഹു തആല അവരെ അനുഗ്രഹിച്ചു. എന്നാൽ ആ അനുഗ്രഹം നന്ദി ചെയ്തില്ലെന്ന് മാത്രമല്ല, അക്രമവും അനീതിയും വിഗ്രഹങ്ങളെ ആരാധിച്ചും അവർ സന്മാർഗത്തിൽ നിന്ന് മാറി. ഇത് എഴുതിയാൽ അവിടെ 5 മാർക്ക് ലഭിക്കുന്നതാണ്. അങ്ങനെ ഈ വഴി പിഴച്ച ഈ സമൂഹത്തെ നേർവഴിയിലേക്കാക്കാൻ വേണ്ടിയിട്ടാണ് ആദ് ഗോത്രത്തിലേക്ക് അള്ളാഹു തആല ഹൂദ് നബി അലൈഹി ഇസ്ലാമിനെ അയക്കുന്നത്. ആദ്, ഹൂദ്. ഓക്കെ, അള്ളാഹു തആല അവരിൽ നിന്നുള്ള ഹൂദ് നബി അലൈഹി ഇസ്ലാമിനെ അവരുടെ നബിയും റസൂലുമായി നിയോഗിച്ചു. ഇതെപ്പോഴായിരുന്നു? നൂഹ് നബി അലൈഹി ഇസ്ലാം വഫാത്തായി 800 വർഷങ്ങൾക്ക് ശേഷമായിരുന്നു ഹൂദ് നബി അലൈഹി ഇസ്ലാം പ്രവാചകനായിട്ട് വരുന്നത്. വളരെ സൗമ്യതയോടുകൂടി പെരുമാറുന്ന ഒരു പ്രവാചകനായിരുന്നു. നല്ല കരുണയോടുകൂടിയായിരുന്നു ആളുകളോടൊക്കെ പെരുമാറുന്നത്. എല്ലാ പ്രവാചകന്മാരും ചെയ്യുന്നത് പോലെ ഹൂദ് നബി അലൈഹി ഇസ്ലാമും ആ സമുദായത്തിലെ ആദ് ഗോത്രത്തിലെ ജനങ്ങളോട് മുന്നറിയിപ്പ് നൽകി, അള്ളാഹു തആലയുടെ ശിക്ഷ ഉണ്ടാവും, നിങ്ങൾ ഇസ്ലാമിലേക്ക് വരണം എന്ന് പറഞ്ഞിട്ട്. പക്ഷെ അവർ അദ്ദേഹത്തെ ഉപദേശങ്ങൾ സ്വീകരിച്ചില്ല എന്ന് മാത്രമല്ല, ഞങ്ങളെക്കാൾ ശക്തർ ആരാണ്? നീ സത്യം പറയുന്ന ആളാണെങ്കിലേ നീ ഞങ്ങളെ ഭീഷണിപ്പെടുത്തിയ ശിക്ഷ ഉണ്ടല്ലോ, അതിങ്ങോട്ട് കൊണ്ടുവരുമെന്ന് അവരിങ്ങ് വെല്ലുവിളിച്ചു. കാരണം ഇവർക്ക് നല്ല കായിക ശക്തിയായിരുന്നു, വളരെ പവറുള്ള ആളുകളായിരുന്നു. മാത്രമല്ല, അള്ളാഹു തആല അവർക്ക് നദികൾ, തോട്ടങ്ങൾ, കന്നുകാലികളൊക്കെ കൊടുത്തപ്പോൾ അവർക്ക് ഭയങ്കര അഹങ്കാരമായിരുന്നു. എന്നിട്ട് അവർ വെല്ലുവിളിക്കാണ് ഹൂദ് നബി അലൈഹി ഇസ്ലാമിനെ, ഞങ്ങളെക്കാൾ ശക്തർ ഇവിടെ ആരാ ഉള്ളത്? നീ ധൈര്യം ഉണ്ടെങ്കിൽ ആ ശിക്ഷ ഇങ്ങോട്ട് കൊണ്ടുവരുമെന്ന് പറഞ്ഞു. അങ്ങനെ ആ ശിക്ഷ വരികയാണ്. എന്താണ് ശിക്ഷ? അപ്രതിരോധ്യമായ കൊടുങ്കാറ്റായിരുന്നു അത്. പ്രതിരോധിക്കാൻ കഴിയാത്ത, നമുക്കൊരിക്കലും തടുക്കാൻ കഴിയാത്ത രൂപത്തിലുള്ള, നമ്മളൊക്കെ ഇങ്ങനെ പാറിപ്പോകുന്ന രൂപത്തിലുള്ള ശക്തമായ കൊടുങ്കാറ്റായിരുന്നു ആ ശിക്ഷ. എത്ര ദിവസം ആഞ്ഞു വീശി? 7 രാത്രിയും 8 പകലും അത് ആഞ്ഞടിച്ചു. കടപുഴകിയ ഈന്തപ്പനത്തടികളെപ്പോലെ അവിശ്വാസികൾ പിഴുതെറിയപ്പെട്ടു. വേരോടുകൂടി മറിഞ്ഞു വീഴുന്ന ഈന്തപ്പനത്തടികൾ ഉണ്ടല്ലോ, അതേപോലെ ശത്രുക്കൾ എന്ത് ചെയ്തു? നിലത്തേക്ക് പതിച്ചു. അങ്ങനെ ഹൂദ് നബി അലൈഹി ഇസ്ലാമിനെയും 4000-ഓളം വരുന്ന സത്യവിശ്വാസികളെയും അള്ളാഹു തആല ആ ഒരു കൊടുങ്കാറ്റിൽ നിന്ന് രക്ഷപ്പെടുത്തി. ഇനി 5 മാർക്കിന്റെ ഇമ്പോർട്ടൻ്റ് ആയ മറ്റൊന്നാണ്, ആദ് ഗോത്രത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞല്ലോ, അതേപോലെ നമുക്ക് പഠിക്കാൻ പറ്റിയ രൂപത്തിലുള്ള സിമ്പിൾ ആയിട്ടുള്ള ഭാഗമാണ് ഇത്, സമൂത് ഗോത്രം. നമ്മൾ നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെയാണ്. നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ മകൻ സാമിന്റെ സന്താന പരമ്പരയിൽപ്പെട്ട മറ്റൊരു ഗോത്രമാണ് സമൂത്. ആദ് ഗോത്രവും നമ്മൾ എങ്ങനെ എഴുതുക? സാമിന്റെ സന്താന പരമ്പരയിൽപ്പെട്ട ഒരു ഗോത്രമാണ് ആദ് ഗോത്രം. ഇവിടെ എന്താ ചെയ്യുക? മറ്റൊരു ഗോത്രമാണ്. ഇനി ഒരു ഗോത്രമാണ് എഴുതിയാലും കുഴപ്പമില്ല. ഇനി അവരുടെ വാസസ്ഥലമാണ് പറയുന്നത്. ഈ സമൂത് ഗോത്രത്തിന്റെ വാസസ്ഥലം എവിടെയാണ്? ഹിജാസിന്റെയും ഷാമിന്റെയും ഇടക്കുള്ള ഹിജർ ആയിരുന്നു അവരുടെ വാസസ്ഥലം. ഇനി അള്ളാഹു അവർക്ക് നൽകിയ അനുഗ്രഹങ്ങളെ കുറിച്ച് പറയാണ്. നല്ല ശക്തരായിരുന്നു. ആദ് ഗോത്രം ഇതേപോലെ തന്നെയായിരുന്നു. ഐശ്വര്യവാന്മാരായിരുന്നു, നല്ല കഴിവായിരുന്നു. അവർ എന്ത് ചെയ്തു? സമതലങ്ങളിൽ കൊട്ടാരങ്ങൾ ഉണ്ടാക്കി. ഒഴിഞ്ഞുകിടക്കുന്ന നല്ല സ്ഥലങ്ങളിൽ എന്ത് ചെയ്തു? കൊട്ടാരങ്ങൾ ഉണ്ടാക്കി. പർവ്വതങ്ങൾ തുരന്ന് ഭവനങ്ങളും നിർമ്മിച്ചു. മലകളൊക്കെ തുരന്നിട്ട് അവിടെ എന്ത് ചെയ്തു? വീടുകൾ നിർമ്മിച്ചു. പക്ഷെ ആദ് ഗോത്രത്തിന്റെ പോലെ തന്നെ ഇവരെന്തായിരുന്നു? വിഗ്രഹാരാധകരായിരുന്നു, ബിംബങ്ങൾ ആരാധിക്കുന്നവരായിരുന്നു. അവരെ നേർവഴിയിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ടാണ് അവരുടെ ഗോത്രക്കാരനായ സ്വാലിഹ് നബി അലൈഹി ഇസ്ലാമിനെ അള്ളാഹു തആല പ്രവാചകനായിട്ട് നിയോഗിക്കുന്നത്. അങ്ങനെ നമ്മൾ നേരത്തെ പറഞ്ഞത് ആദ് ഗോത്രത്തിലേക്ക് ഹൂദ് നബി അലൈഹി ഇസ്ലാം, സമൂത് ഗോത്രത്തിലേക്ക് സ്വാലിഹ് നബി അലൈഹി ഇസ്ലാം. അങ്ങനെ ഈ സ്വാലിഹ് നബി അലൈഹി ഇസ്ലാം ഒരുപാട് കാലം പ്രബോധനം നടത്തുകയാണ്. ഒരു ചെറിയ ന്യൂനപക്ഷം മാത്രമേ വിശ്വസിച്ചുള്ളൂ.
കുറച്ച് ആളുകളെ വിശ്വസിച്ചുള്ളൂ. അങ്ങനെ വിശ്വസിക്കാൻ വേണ്ടിയിട്ട് ശത്രുക്കൾ എന്ത് ചെയ്തു? ഒരു അത്ഭുതം കാണിക്കാൻ പറഞ്ഞു. നീ അള്ളാഹുവിന്റെ പ്രവാചകനാണെന്നുണ്ടെങ്കിൽ നീ ഒരു അത്ഭുതം കാണിക്കണം. ആ കാണുന്ന കരിമ്പാറ ഉണ്ടല്ലോ, ആ കരിമ്പാറയിൽ നിന്ന് ഒരു പൂർണ്ണ ഗർഭിണിയായ വയറ്റിലുള്ള ഒരു ഒട്ടകത്തെ നീ കൊണ്ടുവന്നാൽ നിന്നെ ഞങ്ങൾ വിശ്വസിക്കാം. ഇത് കണ്ടാൽ വിശ്വസിക്കാമെന്ന് അവർ പ്രതിജ്ഞ ചെയ്തു. അങ്ങനെ നിങ്ങൾ കൊണ്ടുവരികയാണെങ്കിൽ ഞങ്ങൾ എന്തായാലും വിശ്വസിക്കാമെന്ന് പറഞ്ഞു. അവർക്ക് ഉറപ്പായിരുന്നു ഒരിക്കലും വരില്ല എന്നുള്ളത്. അങ്ങനെ സ്വാലിഹ് നബി അലൈഹി സ്വലാം പ്രാർത്ഥിച്ചു അള്ളാഹുവിനോട്. ആ പ്രാർത്ഥന അള്ളാഹു സ്വീകരിച്ചു. ഒട്ടകം പുറത്തു വന്നു. വെറും ഒട്ടകമല്ല, ഗർഭിണിയായ ഒട്ടകമാണ് വരുന്നത്. ഉടനെ അതൊരു കുഞ്ഞിനെ പ്രസവിച്ചു, ഒരു കുട്ടിയെയും പ്രസവിച്ചു, പാറയിൽ നിന്ന് പുറത്തു വന്ന ശേഷം. അങ്ങനെ അവർക്ക് കുളിക്കാനും കുടിക്കാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ ഒരു ജലാശയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിലെ ജലം മുഴുവൻ ഒട്ടകത്തിന് കുടിക്കാൻ ആവശ്യമായിരുന്നു. അപ്പോൾ ഒട്ടകം ഒരുപാട് വെള്ളം കുടിക്കുമല്ലോ, എന്നിട്ട് സംഭരിച്ചു വെക്കും. ആ ജലാശയത്തിലെ മുഴുവൻ വെള്ളം എന്ത് ചെയ്യും? ഒരു ദിവസം മുഴുവൻ ഒട്ടകം കുടിക്കും. അങ്ങനെ ഒരു ദിവസം അവർക്കും ഒരു ദിവസം ഒട്ടകത്തിനും അല്ലാഹു തആല പാനജലം നിശ്ചയം കൊടുത്തു. അപ്പോൾ ഇന്ന് അവർ വെള്ളം കുടിക്കുകയാണെങ്കിൽ നാളെ ഒട്ടകത്തിന്, അങ്ങനെ തീരുമാനിച്ചു. ഒട്ടകം വെള്ളം കുടിക്കുന്ന ദിവസം അവർക്ക് പര്യാപ്തമായ പാൽ ലഭിച്ചുകൊണ്ടിരുന്നു. അപ്പൊ ഈ ഒട്ടകം വെള്ളം കുടിക്കുന്ന ദിവസങ്ങളിൽ ഇവർക്ക് എന്ത് ചെയ്തു? നല്ല പാല്, ഒട്ടകത്തിന്റെ പാല് ലഭിക്കാൻ തുടങ്ങി. ഈ ഒരു സംഭവം കണ്ടിട്ട് കുറെ പേർ വിശ്വസിച്ചു. എന്നാൽ ഭൂരിപക്ഷവും കൂടുതൽ ആളുകൾ അവിടെ തന്നെ നിന്നു. ഇതൊക്കെ കണ്ടിട്ടും അവർക്ക് പാല് വരെ കിട്ടി തുടങ്ങി, എന്നിട്ട് പോലും അവർ വിശ്വസിച്ചില്ല. അവരെ കൺമുന്നിൽ നടന്ന സംഭവമാണത്. കരിമ്പാറയിൽ നിന്ന് കരിമ്പാറ പൊളിഞ്ഞു, അതിൽ നിന്ന് ഒട്ടകം വന്നു, അവർക്ക് മുമ്പിൽ അത് പ്രസവിച്ചു. എന്നിട്ട് അവർക്ക് അതിൽ നിന്ന് ധാരാളം പാല് കിട്ടാൻ തുടങ്ങി. എന്നിട്ടും അവർ വിശ്വസിച്ചില്ല. കുറഞ്ഞ ആളുകൾ മാത്രമേ വിശ്വസിച്ചിട്ടുള്ളൂ. എന്നിട്ടും വിശ്വസിക്കാത്തത് കൊണ്ട് അല്ലാഹു തആല എന്ത് ചെയ്തു? ഈ ഒട്ടകത്തെ അവർക്കൊരു ആപത്താക്കി മാറ്റി, ഒരു പ്രശ്നമായി മാറ്റി. അവരുടെ കന്നുകാലികൾ ഒട്ടകത്തെ കണ്ട് വിരണ്ടോടി. അല്ലാഹു തആല ചെയ്തതാണ്. എന്ത് ചെയ്തു? ഈ ഒട്ടകത്തെ അവർക്കൊരു ആപത്താക്കി മാറ്റി. ഈ ഒട്ടകത്തെ കാണുമ്പോൾ എന്ത് ചെയ്യും? അവരുടെ കന്നുകാലികളൊക്കെ പേടിച്ചോടാൻ തുടങ്ങി. അങ്ങനെ അവർ ഒട്ടകത്തെ അറുക്കാൻ തീരുമാനിച്ചു. ഖുദാർ എന്നൊരാൾ എന്ത് ചെയ്തു? ദുഷ്ടൻ ഒട്ടകത്തെ കൊന്നു, അറുത്തു. ഒട്ടകക്കുട്ടി എന്ത് ചെയ്തു? ഈ സമയം ഓടി മറഞ്ഞു രക്ഷപ്പെട്ടു. അങ്ങനെ സ്വാലിഹ് നബി അലൈഹി സ്വലാം പറഞ്ഞു, 3 ദിവസം കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ശിക്ഷ വരുന്നു പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞ വാക്കെന്താ അറിയോ? 3 ദിവസം ഉണ്ടല്ലോ, അതിൻ്റെ മുമ്പ് നിന്നെ ഞങ്ങൾ കൊല്ലും എന്ന് പറഞ്ഞു. ഇതിനായി അവരെന്ത് ചെയ്തു? ഒരു സംഘം മലമ്പാതയിൽ മലയുടെ മുകളിൽ ഒളിച്ചിരുന്നു, പതുങ്ങിയിരുന്നു. ആ സംഘത്തിന്റെ മേൽ ഒരു വലിയ പാറക്കല്ല് ഉരുണ്ടു വീണു. അവരുടെ ശിരസ്സുകൾ പൊട്ടിച്ചിതറി, അവരുടെ തല പൊട്ടിച്ചിതറി. അങ്ങനെ 4-ാമത്തെ ദിവസം സൂര്യൻ ഉദിച്ച സമയത്ത് ആകാശത്തിൽ നിന്ന് ഭയങ്കര ശബ്ദം, ഭൂമിയിൽ നിന്ന് ശക്തമായ പ്രകമ്പനം ഉണ്ടായി, ഭൂമികുലുക്കുണ്ടായി. അവിശ്വാസികളെല്ലാം മരിച്ചു വീണു. അല്ലാഹു തആലയുടെ കൽപ്പന പ്രകാരം സ്വാലിഹ് നബി അലൈഹി സ്വലാമും വിശ്വാസികളുമായിട്ട് എന്ത് ചെയ്തു? നാട് വിട്ടു. ഇനി മറ്റൊരു പ്രവാചകന്റെ പേര് നമ്മൾ പഠിക്കുകയാണ്, ഇബ്രാഹിം നബി അലൈഹി സ്വലാം. ഓക്കെ, ഉലുൽ അസ്മുകളിൽപ്പെട്ട പ്രവാചകന്മാരിൽപ്പെട്ട ഒരാളാണ് ആര്? ഇബ്രാഹിം അലൈഹി സ്വലാം. BC 19-ാം നൂറ്റാണ്ട് അഥവാ ബിഫോർ ക്രിസ്തു വർഷത്തിന് മുമ്പുള്ളതാണ് BC. BC 19-ാം നൂറ്റാണ്ടിൽ ഇറാഖിലെ ബാബിലോണിയയിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ജനിച്ചു. ഓക്കെ, നമ്രൂദ് ആയിരുന്നു അവരുടെ രാജാവ്. നമ്രൂദ് എന്ന രാജാവ് ഭരിക്കുന്ന ആ ഒരു നാട്ടിലേക്കായിരുന്നു ഇബ്രാഹിം നബി അലൈഹി സ്വലാം പ്രബോധനമായിട്ട് വരുന്നത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ പിതാവിന്റെ പേര് താറഹ് എന്നായിരുന്നു. ഇബ്രാഹിം നബി അലൈഹി സ്വലാം പ്രബോധനം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പിതാവ് താറഹ് എന്നവർ മരണപ്പെട്ടിരുന്നു. അങ്ങനെ നമ്രൂദ് രാജാവിന്റെ അനുയായികളുമായിരുന്നു ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ജനത. അവരെ നേർവഴിയിലേക്ക് നയിക്കാനാണ് അല്ലാഹു തആല ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ നിയോഗിക്കുന്നത്. ഇവരെന്ത് ചെയ്തിരുന്നു? വിഗ്രഹങ്ങളെ ആരാധിച്ചിരുന്നു, നക്ഷത്രങ്ങളെയും ആരാധിക്കുന്ന ഒരു സമൂഹമായിരുന്നു. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ പിതാവിന്റെ പേര് നമ്മൾ പറഞ്ഞു, താറഹ്. ഇനി പിതൃവ്യൻ ആരാണ്? ആസറാണ്. ആ ആസർ എന്നവരെയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം ആദ്യം ഇസ്ലാമിലേക്ക് ക്ഷണിക്കുന്നത്. അദ്ദേഹം വിശ്വസിച്ചില്ല. തുടർന്ന് ജനങ്ങളിലേക്ക് പോയിട്ട് അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ തുടങ്ങി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിനെ ആരാധിക്കുക, അവന് തഖ്വ ചെയ്ത് ജീവിക്കുക, അതാണ് നിങ്ങൾക്ക് ഉത്തമം എന്ന് പറഞ്ഞു. എന്നിട്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാം അവരോട് ചോദിക്കുന്നുണ്ട്, ഈ പ്രാർത്ഥന കേൾക്കാത്ത, നമുക്കൊരു ഉപകാരം ചെയ്യാത്ത ഈ ബിംബങ്ങളെ, ഈ വിഗ്രഹങ്ങളെ നിങ്ങൾ എന്തിനാണ് ആരാധിക്കുന്നത് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞൊരു മറുപടി ഉണ്ട്, ഞങ്ങളുടെ പിതാക്കന്മാർ ഇതേപോലെ ചെയ്തിരുന്നു. അത് മാത്രമേ അവർക്ക് പറയാനുണ്ടായിരുന്നുള്ളൂ, വേറൊരു തെളിവില്ല. ഞങ്ങളെ പിതാക്കന്മാർ ഇങ്ങനെ ചെയ്തിരുന്നു, അതുകൊണ്ട് ഞങ്ങളും ബിംബങ്ങളെ ആരാധിക്കുകയാണെന്നാണ് അവർ പറഞ്ഞത്. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം അവരോട് പറയാണ്, നിങ്ങൾ
നിങ്ങളുടെ പിതാക്കളും വ്യക്തമായ വഴികേടിലാണ്, തെറ്റായ മാർഗത്തിലൂടെയാണ് നിങ്ങളുടെ പിതാക്കന്മാരും നിങ്ങളും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു ദിവസം ഇവരെ ഉത്സവങ്ങൾ കഴിഞ്ഞ് ഈ ആളുകൾ, ഈ ജനത ഉത്സവങ്ങൾ കഴിഞ്ഞ് വരുമ്പോൾ അവരുടെ ബിംബങ്ങളൊക്കെ തകർക്കപ്പെട്ടിട്ടുണ്ട്. കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞു, ഇബ്രാഹിമാണ് ചെയ്തത്, ഇബ്രാഹിമാണല്ലോ ബിംബങ്ങളെ കുറിച്ച് നമ്മോട് എതിർത്ത് പറഞ്ഞത്, അപ്പൊ ഇത് ചെയ്ത് ഇബ്രാഹിമാണെന്ന് അവരുടെ കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞു. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാം അവരെ പരിഹസിച്ചു പറഞ്ഞു, കൂട്ടത്തിൽ വലിയവനായിരിക്കും ചെയ്തത്, ചെറിയ ദൈവങ്ങളോട് ചോദിച്ചു നോക്കൂ. അവിടെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഇങ്ങനെ പറയാൻ കാരണം എന്താണ്? ഈ ബിംബങ്ങൾക്ക് കേൾക്കാനോ പറയാനോ ഒന്നും കഴിയൂല എന്ന് തെളിയിക്കാൻ വേണ്ടി ചെയ്തതാണ്. കൂട്ടത്തിൽ വലിയവനായിരിക്കും ഇത് ചെയ്തത്, വലിയ ദൈവം ഉണ്ടല്ലോ, ആ വലിയ ദൈവമായിരിക്കും ചെയ്തത്, ചെറിയ ദൈവങ്ങളോട് ചോദിച്ചു നോക്കുമെന്ന് പറഞ്ഞു. ഇത് പറഞ്ഞപ്പോൾ അവർക്ക് കുറെ ആളുകൾക്ക് ബോധ്യപ്പെട്ടു, ഈ ഒരു ചോദിച്ചാലും ഉണ്ടാലും പറയാൻ കഴിയാത്ത ഈ ഒരു ബിംബങ്ങളെ ആയിരുന്നോ, ഈ വിഗ്രഹങ്ങളെ ആയിരുന്നോ ഞങ്ങൾ ആരാധിച്ചിരുന്നത് എന്ത്? കുറച്ച് ആളുകൾക്ക് ബോധ്യപ്പെട്ടു. അങ്ങനെ കുറച്ച് ആളുകൾ വിശ്വസിക്കുന്നുണ്ട്. തങ്ങളുടെ ആരാധനയുടെ പൊള്ളത്തരം അവർക്ക് മനസ്സിലായി. പക്ഷെ എന്നിട്ട് കുറെ ആളുകൾ വിശ്വസിക്കാത്തവരുണ്ടായിരുന്നു. അങ്ങനെ അവർ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ വധിച്ചു കളയാൻ വേണ്ടി തീരുമാനിച്ചു. അതിനവർ ചെയ്തത് ഒരു വലിയ അഗ്നികുണ്ടാരം, തീകുണ്ടാരം നിർമ്മിച്ചു. എന്നിട്ട് തെറ്റുവില്ല് അത് തെറിച്ച് ആ തീയിലേക്ക് വീഴാൻ വേണ്ടിയിട്ട്, ഭയങ്കര ചൂടായിരുന്നു തീരുണ്ടായിരുന്നത്, അപ്പൊ അതിലേക്ക് തെറിച്ച് വീഴാൻ വേണ്ടിയിട്ട് ഒരു തെറ്റുവില്ല് ഉപയോഗിച്ചിട്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ അതിലേക്ക് എറിഞ്ഞു, തീയിലേക്ക് എറിഞ്ഞു. ആ സമയത്ത് ഇബ്രാഹിം നബി അലൈഹി സ്വലാം അള്ളാഹുവിൽ വിശ്വസിച്ചുകൊണ്ട്, അള്ളാഹുവിൽ തവക്കുലാക്കിക്കൊണ്ടൊരു കാര്യം പറഞ്ഞു, എനിക്ക് അള്ളാഹു മതി എന്ന് പറഞ്ഞു. അങ്ങനെ അള്ളാഹുവിന്റെ സഹായം ഉടനെത്തി. തീയിനോട് അള്ളാഹു തആല പറഞ്ഞു, തീ ഇബ്രാഹിം അലൈഹി സ്വലാമിന് നീ രക്ഷയാകണമെന്ന് പറഞ്ഞു. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഒരു അപകടവും സംഭവിക്കാതെ ആ തീയിൽ നിന്നിങ്ങനെ നടന്നു വരികയാണ്. ഇത് കണ്ട് കുറെ ആളുകൾ വിശ്വസിച്ചു. എന്നാലും കുറെ പേർ അവിടെ വിശ്വസിക്കാതെ നിന്നെങ്കിലും ഈ ഒരു സംഭവം തീയിൽ നിന്നാണല്ലോ വരുന്നത്, അതും തെറ്റുവില്ല് ഉപയോഗിച്ച് അതിലേക്ക് എറിഞ്ഞതാണ്, എന്നിട്ട് ഒന്നും സംഭവിക്കാതെ തിരിച്ചു വരുന്നത് കണ്ടപ്പോൾ കുറെ പേര് വിശ്വസിച്ചു. ആരൊക്കെയാണ് ഹിജ്റ പോകുന്നത്? വിശ്വസിച്ച ആളുകളും പിന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാമും ഭാര്യ സാറാ ബീവിയും പിതൃവ്യ പുത്രനാകുന്ന എളാപ്പയുടെ മകനാകുന്ന ലൂത്ത് നബി അലൈഹി സ്വലാം ഉണ്ടായിരുന്നു. അങ്ങനെ മൈലുകൾ താണ്ടി, ഒരുപാട് കിലോമീറ്ററുകൾ താണ്ടിയിട്ട് അവരെ ചെയ്തു, അവർ ഹെറാൻ എന്ന സ്ഥലത്തെത്തി. അവിടെയുള്ള മുശ്രിക്കുകളെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു. പിന്നീട് ഷാമിലേക്ക് പോയി. ഷാമിൽ ക്ഷാമം കൊണ്ട്, ക്ഷാമം പറഞ്ഞ ജലക്ഷാമം, വെള്ളമൊന്നും കിട്ടാത്ത അവസ്ഥ കാരണത്താൽ അവര് അവിടെ നിന്ന് ഈജിപ്തിലേക്ക് യാത്രയായി. അങ്ങനെ അവർ ഈജിപ്തിലെത്തി. ഈജിപ്തിൽ അവർ വലിയൊരു പരീക്ഷണത്തിന് വിധേയരായി. എന്തായിരുന്നു പരീക്ഷണം? വളരെ സുന്ദരിയായിരുന്നു സാറാ ബീവി. ആ സാറാ ബീവി അവിടുത്തെ സ്വേച്ഛാധിപതിയായ, സ്വേച്ഛാധിപതി എന്ന് പറഞ്ഞാൽ സ്വന്തം ഇഷ്ടപ്രകാരം ഭരിക്കുന്ന ഒരു രാജാവിന് എന്ത് ചെയ്തു? ഇഷ്ടമായി ഈ സാറാ ബീവിയെ. രാജാവിന് മുമ്പിൽ ഹാജരാക്കപ്പെട്ട സാറാ ബീവി വുളൂ ചെയ്ത് നിസ്കരിച്ചു. അവരെ പിടിക്കാൻ രാജാവ് പല തവണ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല. ഈ സാറാബിയെ പിടിക്കാൻ വേണ്ടിയിട്ട് രാജാവ് പല തവണ ശ്രമിച്ചു, പക്ഷെ ഒന്നിനും സാധിച്ചില്ല. കഴുത്തിന് കുരുക്ക് സംഭവിച്ചു. രാജാവിന് എന്ത് ചെയ്തു? കഴുത്ത് മുറുകിയ പോലെ തോന്നി. അതുപോലെ നല്ല മർദ്ദം അനുഭവപ്പെട്ട പോലെ കാലിട്ടടിക്കാൻ തുടങ്ങി. അവസാനം അയാൾ മാപ്പ് ചോദിച്ചു, എനിക്ക് തെറ്റുപറ്റി പോയതാണ്, എനിക്ക് മാപ്പ് തരണമെന്ന് ഈ രാജാവ് സാറാബിയോട് പറഞ്ഞു. സാറാബിവി ഉടനെ അള്ളാഹു തആലയോട് പ്രാർത്ഥിച്ചു. അപ്പോൾ ആ രാജാവ് അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. ഇതിന് പ്രത്യുപകാരമായിട്ട്, ഇങ്ങനെ രക്ഷപ്പെടുത്തിയ കാരണത്താൽ ഈ രാജാവ് എന്ത് ചെയ്തു? കുറെ സമ്മാനങ്ങൾ നൽകി. എന്തൊക്കെയാണ് നൽകിയത്? അതിൽ പെട്ട ഒന്നായിരുന്നു ഹാജർ എന്നൊരു ദാസി. ഒരു ദാസിയെ ഇവിടെ സമ്മാനമായിട്ട് നൽകി. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം അവരുമായിട്ട് ഫലസ്തീനിലേക്ക് മടങ്ങി. അപ്പോൾ ആരൊക്കെയുണ്ട്? സാറാ ബീവി, ഹാജർ എന്നിവരും, അതുപോലെ ലൂത്ത് നബി അലൈഹി സ്വലാം, ഇബ്രാഹിം നബി അലൈഹി സ്വലാം, പിന്നെ വിശ്വസിച്ച ആളുകളുമായിട്ട് ഫലസ്തീനിലേക്ക് മടങ്ങി. ഇവിടെ തെറ്റുവില്ല് എന്താന്ന് പറയുന്നുണ്ട്, റോക്കറ്റ് വിക്ഷേപണിയുടെ പുരാതന രൂപം. റോക്കറ്റ് വിക്ഷേപിക്കുന്ന ഒരു രൂപം ഉണ്ടല്ലോ, അതിന്റെ പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന ഒരു രൂപമായിരുന്നു എന്ത്? തെറ്റുവില്ല്. തെറിച്ച് പോകാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ്.